ഇന്റർനാഷണൽ കവനൻസ് ഓൺ ഹ്യൂമൻ റൈറ്റ്സ്. മനുഷ്യാവകാശങ്ങളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര ഉടമ്പടി എന്നാൽ എന്താണ്? യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് സ്റ്റേറ്റസ് ദ കോമൺ സ്റ്റാൻഡേർഡ് ഓഫ് അച്ചീവ്മെന്റ്സ് ഫോർ ദ എൻജോയ്മെന്റ് ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. UDHR നമുക്കറിയാം, അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനം. അതിനകത്ത് എന്താണ് പൊതുവായ മിനിമം സ്റ്റാൻഡേർഡ്, എന്താണ് പൊതുമാനദണ്ഡം, മനുഷ്യാവകാശങ്ങൾ എൻജോയ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ഉപയോഗിക്കുന്നതിനുള്ള പൊതുമാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്ന്, എന്തൊക്കെ സംരക്ഷണങ്ങളാണ് വേണ്ടത് എന്ന് പ്രഖ്യാപനം മാത്രമായിരുന്നു UDHRൽ ഉണ്ടായിരുന്നത്. ഇറ്റ് വാസ് നോട്ട് ലീഗലി ബൈൻഡിങ് ഓൺ സ്റ്റേറ്റ്. രാഷ്ട്രങ്ങളെ സംബന്ധിച്ച് നിയമപരമായി അവർ പാലിക്കേണ്ട ബാധ്യതയൊന്നും അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രഖ്യാപനത്തെ സംബന്ധിച്ച് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ദ കമ്മീഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സ് ഇൻ 1947 decided to draw up a separate covenant, which would be a covenant on such specific rights as would lend themselves to binding legal obligation. 1947 ഈ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ആണല്ലോ മനുഷ്യാവകാശ പ്രഖ്യാപനം ഡ്രാഫ്റ്റ് ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത്. 1947 ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അന്നു മുതൽ തന്നെ വിചാരിച്ചിരുന്നു, എന്തായാലും ഒരു പ്രത്യേക കവനന്റ് നിയമപരമായി രാഷ്ട്രങ്ങളെ ബാധ്യതപ്പെടുത്തുന്ന തരത്തിൽ, മനുഷ്യാവകാശങ്ങളെ പാലിക്കുന്ന കാര്യത്തിൽ ബാധ്യതപ്പെടുത്തുന്ന തരത്തിൽ പ്രത്യേക ഉടമ്പടി തയ്യാറാക്കണമെന്ന് അന്ന് തന്നെ അവർ വിചാരിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റി 10-12 വർഷത്തോളം വർക്ക് ചെയ്ത് ഒരു റെക്കമെൻഡേഷൻസ് അവതരിപ്പിക്കുകയും ചെയ്തു. ഓൺ ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദി തേർഡ് കമ്മിറ്റി, ദി ജനറൽ അസംബ്ലി ഓൺ December 16, 1966 അഡോപ്റ്റഡ് ദ ടു കൺവെൻഷൻസ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനറൽ അസംബ്ലി 1966 ഡിസംബർ 16 2 ഉടമ്പടികൾ മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ച് സ്വീകരിക്കുകയുണ്ടായി. ഏതൊക്കെയാണ് ആ ഉടമ്പടി എന്ന് പറഞ്ഞാൽ, ഇന്റർനാഷണൽ കവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്, ICCPR എന്നാണ് നോർമലി പരീക്ഷകൾക്കെല്ലാം വരുന്ന ഒരു സംഗതി. ഇന്റർനാഷണൽ കവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് ഒന്ന് അതാണ്. രണ്ടാമത്തത് ഇന്റർനാഷണൽ കവനന്റ് ഓൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്, ICESCR. അങ്ങനെ 1966 ഡിസംബർ 16 ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സിന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച കമ്മിറ്റിയുടെ ഡ്രാഫ്റ്റ് ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിക്കുകയുണ്ടായി. ഇറ്റ് ആൾസോ അഡോപ്റ്റഡ് ഓപ്ഷണൽ പ്രോട്ടോകോൾ ടു ദി ഇന്റർനാഷണൽ കവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് മറ്റു ചില ഓപ്ഷണൽ പ്രോട്ടോകോളുകളും ഐക്യരാഷ്ട്രസഭ സ്വീകരിക്കുകയുണ്ടായി. എന്നാൽ എന്നാണ് ഈ 2 കവനന്റുകളും നിലവിൽ വരുന്നത്? കെയിം ഇൻ ടു ഫോഴ്സ് ഓൺ എന്നാണ് അത് നിലവിൽ വരുന്നത് എന്ന് പറയുന്നത്? ദി കവനന്റ് ഓൺ എക്കണോമിക് ആൻഡ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്, ദി കവനന്റ് ഓൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് ആൻഡ് ദ കവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് came into force on January 3, 1976 and March 23, 1976 respectively. അപ്പോൾ കവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് നിലവിൽ വരുന്നത് 1976 മാർച്ച് 23 കവനന്റ് ഓൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് നിലവിൽ വരുന്നത് ജാനുവരി 3, 1976 അപ്പോൾ ഇത് നിലവിൽ 2 ഡേറ്റുകളുണ്ട്. ഒന്ന് ഐക്യരാഷ്ട്രസഭ ഈ ഉടമ്പടി സ്വീകരിച്ച ഡേറ്റ്, ഇനി ഈ എന്നിട്ട് ഉടമ്പടി സ്വീകരിച്ചതിൽ പിന്നെ ഓരോ രാജ്യങ്ങൾക്കും അംഗീകരിക്കുന്നതിന് വേണ്ടി അത് വിട്ടുകൊടുത്തു. മിനിമം 35 രാജ്യങ്ങളെങ്കിലും റാറ്റിഫൈ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ അതിൽ കൂടുതൽ രാജ്യങ്ങൾ അത് അംഗീകരിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ 1976 മാർച്ച് 23 സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്, പൗരാവകാശങ്ങളും രാഷ്ട്രീയാവകാശങ്ങളും അടങ്ങിയ ഉടമ്പടി നിലവിൽ വരികയും അതുപോലെ തന്നെ രണ്ടാമത്തെ ഉടമ്പടിയായ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സിന്റെ കവനന്റ് ജാനുവരി 3, 1976 നിലവിൽ വരികയും ചെയ്തു. ഇനി ഓരോ കവനന്റും കുറച്ച് വിശദമായി നമുക്കൊന്ന് പരിശോധിക്കാം. കവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്.
The Covenant on Civil and Political Rights consists of 53 articles and is divided into 6 parts. 53 അനുച്ഛേദങ്ങളും 6 ഭാഗങ്ങളുമായിട്ടാണ് കവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് അല്ലെങ്കിൽ പൗരാവകാശങ്ങളും മനുഷ്യാവകാശങ്ങളും രാഷ്ട്രീയ അവകാശങ്ങളും അടങ്ങിയ ഉടമ്പടി ഉണ്ടായിട്ടുള്ളത്. പാർട്ട് 1, 2 and 3 deals with various rights and freedoms are enumerated. The other 3 parts are devoted with implementation procedures for effective realization of these rights along with the final clauses. ഇതിനകത്ത് 1-ാം ഭാഗവും 2-ാം ഭാഗവും 3-ാം ഭാഗവും വിവിധ തരത്തിലുള്ള അവകാശങ്ങളെ ഉൾക്കൊള്ളിച്ചിട്ടപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഇതെങ്ങനെയാണ് നടപ്പിൽ വരുത്തുക എന്നതിനെ കുറിച്ചാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ആർട്ടിക്കിൾ 1, ആർട്ടിക്കിൾ 1, which refers to the rights of people to self-determination. ഇപ്പോൾ കവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സിലെ ഭാഗം 1-ലെ ആർട്ടിക്കിൾ 1-ൽ പറയുന്നത് ജനങ്ങൾക്ക് സ്വയം നിർണയാവകാശം നൽകേണ്ടതാണ് എന്നാണ്. അവരുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളെക്കുറിച്ച് എന്തിനു വേണ്ടിയിട്ടാണ് സെൽഫ് ഡിറ്റർമിനേഷൻ നൽകുന്നത്? ആർട്ടിക്കിൾ 1 which refers to the rights of people to self-determination, to determine their political status and freely pursue their economic, social and cultural development. അപ്പോൾ തങ്ങളുടെ രാഷ്ട്രീയ സ്ഥിതിയെ നിർണയിക്കുന്നതിനും തങ്ങൾ സ്വതന്ത്രരായിരിക്കണോ അടിമകളായിരിക്കണമോ അല്ലെങ്കിൽ ഈ ഒരു പ്രത്യേക രാജ്യത്തോട് കൂറു പുലർത്തണമോ വേണ്ടയോ എന്നും അവരുടെ സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികവുമായ വളർച്ചയ്ക്ക് ആവശ്യമായ കാര്യങ്ങളെ സ്വയമായി നിർണയിക്കാനുള്ള അവകാശം നൽകണമെന്നാണ് ആർട്ടിക്കിൾ 1, പാർട്ട് 1-ലെ ആർട്ടിക്കിൾ 1 ഓഫ് കവനന്റ് ഓഫ് സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് പറയുന്നത്. പാർട്ട് 2, പാർട്ട് 2 സ്റ്റിപ്പുലേറ്റഡ് റൈറ്റ്സ് ആൻഡ് ഒബ്ലിഗേഷൻ ഓഫ് സ്റ്റേറ്റ് പാർട്ടീസ് ടു കവനന്റ്. പാർട്ട് 2-ന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഉടമ്പടികളിൽ ഒപ്പുവെച്ചിരിക്കുന്ന രാഷ്ട്രങ്ങളുടെ അവകാശങ്ങളും അവരുടെ കടമകളുമാണ് അതിനകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. രാഷ്ട്രങ്ങളുടെ അവകാശങ്ങൾ, ഇറ്റ് ഇൻക്ലൂഡഡ് ദി ഒബ്ലിഗേഷൻ ഓഫ് ദ സ്റ്റേറ്റ് to take necessary steps to incorporate the provisions of the covenant in the domestic laws. വെറുതെ അന്താരാഷ്ട്ര ഉടമ്പടിയിൽ ഒപ്പുവെച്ചാൽ മാത്രം പോരാ. അന്താരാഷ്ട്ര ഉടമ്പടിയിൽ ഒപ്പുവെച്ചതിന് ശേഷം അത് തങ്ങളുടെ നിയമത്തിന്റെ ഭാഗമായി ഉൾക്കൊള്ളിക്കുന്നതിന് എന്തെല്ലാം നടപടികൾ രാഷ്ട്രങ്ങൾ സ്വീകരിക്കണം എന്നുള്ള കാര്യമാണ് പാർട്ട് 2-ൽ പറയുന്നത്. അപ്പോൾ പാർട്ട് 1-ൽ സെൽഫ് ഡിറ്റർമിനേഷനെ കുറിച്ച് പറയുമ്പോൾ പാർട്ട് 2 സൂചിപ്പിക്കുന്നത് ഓരോ രാഷ്ട്രങ്ങളും ഈ പൗരാവകാശ രാഷ്ട്രീയാവകാശ ഉടമ്പടികൾ നടപ്പിലാക്കുന്നതിന് എന്ത് ചെയ്യണം എന്നുള്ള കാര്യമാണ് പാർട്ട് 2-ൽ പറയുന്നത്. The state parties should ensure the equal right of men and women to the enjoyment of all civil and political rights. അപ്പോൾ ഓരോ രാഷ്ട്രവും ആ രാജ്യത്തെ പുരുഷനും സ്ത്രീക്കും ഒരുപോലെ ഈക്വലായി അവകാശങ്ങൾ അനുഭവിക്കുന്നതിനാവശ്യമായ സാഹചര്യം കൊണ്ടുവരുന്നതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് പാർട്ട് 2 കവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സിന്റെ പാർട്ട് 2 രാഷ്ട്രങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു. എന്തൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട റൈറ്റ്സ്? അതാണ് പാർട്ട് 3-ൽ പറയുന്നത്. പാർട്ട് 3 ഡീൽസ് വിത്ത് ദി സ്പെസിഫിക് റൈറ്റ്സ് ഓഫ് ദ ഇൻഡിവിജ്വൽസ് ആൻഡ് ദ ഒബ്ലിഗേഷൻ ഓഫ് ദ സ്റ്റേറ്റ് പാർട്ടീസ്. എന്തൊക്കെയാണ് എന്ന് പറയുന്നു. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1, ദ റൈറ്റ് ടു ലൈഫ്. ആർട്ടിക്കിൾ 6-ലാണ് അത് പറയുന്നത്. കവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സിന്റെ ആർട്ടിക്കിൾ 6-ൽ പറയുന്നു ദ റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശം. ഫ്രീഡം ഫ്രം ഇൻഹ്യൂമൻ ഓർ ഡീഗ്രേഡിംഗ് ട്രീറ്റ്മെന്റ്. അപ്പോൾ ഒരു മനുഷ്യനെയും മനുഷ്യത്വമില്ലാത്ത തരം താഴ്ത്തുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തരുത്, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള മോചനം ലഭിക്കാനുള്ള അവകാശം എല്ലാ ആളുകൾക്കുമുണ്ട്. ഫ്രീഡം ഫ്രം സ്ലേവറി, സെർവിറ്റ്യൂഡ് ആൻഡ് ഫോഴ്സ്ഡ് ലേബർ. അടിമത്വത്തിൽ നിന്നും നിർബന്ധിത ജോലികൾ ചെയ്യുന്നതിൽ നിന്നും ഉള്ള സംരക്ഷണം. അത് ആർട്ടിക്കിൾ 8-ലാണ് പറയുന്നത്. റൈറ്റ് ടു ലിബർട്ടി ആൻഡ് സെക്യൂരിറ്റി. സുരക്ഷിതത്വത്തിനും സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ആർട്ടിക്കിൾ 9-ലും. റൈറ്റ് ഓഫ് ഡെറ്റനു ടു ബി ട്രീറ്റഡ് വിത്ത് ഹ്യൂമാനിറ്റി. അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളിനെ മനുഷ്യത്വപരമായി അല്ലെങ്കിൽ തടവിലിരിക്കുന്ന ഒരാളിനെ മനുഷ്യത്വപരമായി പരിഗണിക്കേണ്ടതുണ്ട് എന്ന് ആർട്ടിക്കിൾ 10-ൽ പറയുന്നു. ഫ്രീഡം ഫ്രം ഇംപ്രിസൺമെന്റ് ഫോർ ഇന്നബിലിറ്റി ടു ഫുൾഫിൽ എ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ.
കരാർ വ്യവസ്ഥ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടു പോയ ഒരാൾ, അയാൾ ചിലപ്പോൾ കഴിവില്ലാത്തത് കൊണ്ടായിരിക്കും കരാർ വ്യവസ്ഥകൾ പാലിക്കാത്തത്. അപ്പോൾ അത്തരത്തിലുള്ള ആളുകളെ സംരക്ഷിക്കുന്നതിൻ്റെ കാര്യമാണ് ആർട്ടിക്കിൾ 11 പറയുന്നത്. ഫ്രീഡം ഓഫ് മൂവ്മെന്റ് ആൻഡ് ടു ചൂസ് ഹിസ് റെസിഡൻസ്, എവിടെയും സഞ്ചരിക്കുവാനും അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കുവാനുമുള്ള അവകാശം അത് ആർട്ടിക്കിൾ 12 പറയുന്നു. ഫ്രീഡം ഓഫ് ഏലിയൻസ് ഫ്രം ആർബിട്രറി എക്സ്പൾഷൻ, വിദേശികളായ ആളുകൾ ഒരു രാജ്യത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവരെ യാതൊരു വ്യവസ്ഥയുമില്ലാതെ പുറത്താക്കുന്ന നടപടികളിൽ നിന്ന് സംരക്ഷണം നൽകുന്നു. അതാണ് ആർട്ടിക്കിൾ 14. ഫ്രീഡം ഓഫ് ഏലിയൻസ് ഫ്രം ആർബിട്രറി എക്സ്പൾഷൻ. ആർട്ടിക്കിൾ 14 പറയുന്നത് റൈറ്റ് ടു എ ഫെയർ ട്രയൽ, മാന്യമായ കുറ്റവിചാരണയ്ക്കുള്ള അവകാശം. അത് ആർട്ടിക്കിൾ 14 പറയുന്നത്. നോൺ റിട്രോ ആക്റ്റീവ് ആപ്ലിക്കേഷൻ ഓഫ് ക്രിമിനൽ ലോ ആർട്ടിക്കിൾ 15 പറയുന്നത്. മുൻ തീയതി പ്രകാരം ഒരു ക്രിമിനൽ ലോയെയും നടപ്പിൽ വരുത്തരുത് എന്നാണ് ആർട്ടിക്കിൾ 15 പറയുന്നത്. അതായത് നിലവിലിരിക്കുന്ന നിയമപ്രകാരം മാത്രമേ ഒരു ക്രിമിനൽ കുറ്റത്തിനുള്ള ശിക്ഷ വിധി നടപ്പിലാക്കാൻ പാടുള്ളൂ. ആർട്ടിക്കിൾ 16 റൈറ്റ് ടു റെക്കഗ്നിഷൻ ആസ് എ പേഴ്സൺ ബിഫോർ ലോ, നിയമത്തിന് മുമ്പിൽ എല്ലാ ആളുകളെയും ഒരു വ്യക്തിയായി പരിഗണിക്കേണ്ടതുണ്ട്. ആർട്ടിക്കിൾ 17 പറയുന്നത് റൈറ്റ് ടു പ്രൈവസി, ഫാമിലി, ഹോം തുടങ്ങിയവയാണ്. സ്വകാര്യതയ്ക്കും വീടിനും ഒക്കെയുള്ള അവകാശം. ഫ്രീഡം ഓഫ് തോട്ട്, കോൺഷ്യൻസ് ആൻഡ് റിലിജ്യൻ ആർട്ടിക്കിൾ 18 ഉറപ്പ് നൽകുന്നു. വിശ്വസിക്കുവാനും ചിന്തിക്കാനുമുള്ള അവകാശം. ഫ്രീഡം ഓഫ് ഒപ്പീനിയൻ ആൻഡ് എക്സ്പ്രഷൻ ആർട്ടിക്കിൾ 19 പറയുന്നു. അഭിപ്രായം പ്രകടിപ്പിക്കുവാനുള്ള അവകാശം. പ്രൊഹിബിഷൻ ഓഫ് പ്രൊപ്പഗണ്ട ഓഫ് വാർ, അതുപോലെ തന്നെ യുദ്ധമുണ്ടാകുമെന്ന് പ്രചരിപ്പിക്കുന്ന തരത്തിൽ ഉള്ള പ്രൊപ്പഗണ്ടകൾ അവസാനിപ്പിക്കേണ്ടതുണ്ട് എന്ന് ആർട്ടിക്കിൾ 20 പറയുന്നു. റൈറ്റ് ഓഫ് പീസ്ഫുൾ അസംബ്ലി ആർട്ടിക്കിൾ 21 അനുസരിച്ച് സമാധാനപരമായി സമ്മേളിക്കുവാനുള്ള അവകാശവും ആർട്ടിക്കിൾ 23 അനുസരിച്ച് റൈറ്റ് ടു മാരി ആൻഡ് ഫൗണ്ട് എ ഫാമിലി, കല്യാണം കഴിക്കുവാനും ഒരു കുടുംബം ഉണ്ടാക്കുവാനുമുള്ള അവകാശമുണ്ട് എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 24 റൈറ്റ് ഓഫ് ദി ചൈൽഡ്, കുട്ടികൾക്കുള്ള അവകാശങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. ആർട്ടിക്കിൾ 25 റൈറ്റ് ടു ടേക്ക് പാർട്ട് ഇൻ ദി കണ്ടക്ട് ഓഫ് പബ്ലിക് അഫയേഴ്സ്, ടു വോട്ട് ആൻഡ് ടു ബി എലക്റ്റഡ്. അപ്പോൾ പൊതുകാര്യങ്ങളിൽ ഇടപെടാനും അതുപോലെ തന്നെ ഭരണാധികാരികളായി തിരഞ്ഞെടുക്കപ്പെടാനും ഭരണാധികാരികളെ തിരഞ്ഞെടുക്കുവാനുള്ള അവകാശമുണ്ട് എന്ന് ആർട്ടിക്കിൾ 25 പറയുമ്പോൾ ആർട്ടിക്കിൾ 26 ഇക്വാളിറ്റി ബിഫോർ ദ ലോ ആണ് പറയുന്നത്, നിയമത്തിന് മുമ്പിലുള്ള സമത്വമാണ് പറയുന്നത്. അതുപോലെ ആർട്ടിക്കിൾ 27 റൈറ്റ് ഓഫ് മൈനോറിറ്റീസ്, ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് പറയുന്നു. ദി എബോവ് റൈറ്റ്സ് സെറ്റ് ഫോർത്ത് ഇൻ ദ കവനന്റ് ആർ നോട്ട് അബ്സല്യൂട്ട് ആൻഡ് ആർ സബ്ജക്ട് ടു സർട്ടൻ ലിമിറ്റേഷൻ. അപ്പോൾ നമ്മൾ ഈ മുകളിൽ പ്രസ്താവിച്ച അവകാശങ്ങളൊന്നും തന്നെ പരിപൂർണമല്ല. അതായത് നമുക്ക് ഏത് സാഹചര്യങ്ങളിലും അവകാശപ്പെടാൻ പറ്റിയ അവകാശങ്ങളല്ല. അത് എല്ലാ രാജ്യങ്ങളും പൗരന്മാർക്ക് ലഭിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് പാർട്ട് 2 പറയുന്നുണ്ടെങ്കിൽ പോലും അതിന് ചില നിയന്ത്രണങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് നോട്ട് അബ്സല്യൂട്ട്. ദീസ് റൈറ്റ്സ് ആർ നോട്ട് അബ്സല്യൂട്ട് ആൻഡ് ആർ സബ്ജക്ട് ടു സർട്ടൻ ലിമിറ്റേഷൻസ്. ഇപ്പം എന്തൊക്കെയായിരിക്കാം പൊതുവിൽ ലിമിറ്റേഷൻ? ഇതൊരു എമർജൻസി പീരീഡ് വരുമ്പോൾ എന്തൊക്കെ ചെയ്യാം? ഒരു രാജ്യത്ത് ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ ദ ഡിക്ലറേഷൻ ഓഫ് എമർജൻസി പെർമിറ്റ്സ് എ സ്റ്റേറ്റ് ടു സസ്പെൻഡ് ഹ്യൂമൻ റൈറ്റ്സ്. ഒരു രാജ്യത്ത് ഒരു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തിന് വേണമെങ്കിൽ ജനങ്ങളുടെ മനുഷ്യാവകാശങ്ങളെ സസ്പെൻഡ് ചെയ്യാവുന്നതാണ് എന്ന് ഈ കവനന്റിൽ പറയുന്നു. ദ കവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സിൽ അങ്ങനെ പറയുന്നുണ്ട്. However, the restriction must be provided by law and applied solely for the purpose for which they have been provided. പക്ഷേ ഈ നിയന്ത്രണങ്ങളെല്ലാം തന്നെ നിയമം അനുശാസിക്കുന്ന മാർഗത്തിലൂടെ ആയിരിക്കണം, അല്ലാതെ ഭരണാധികാരിക്ക് തോന്നുന്ന തരത്തിലാവാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ ഫർദർ ദേ ഷുഡ് നോട്ട് ഗീവ് റൈസ് ടു എനി ഡിസ്ക്രിമിനേഷൻ ഓൺ ദി ഗ്രൗണ്ട്സ് ഓഫ് റൈസ്, സെക്സ്, കളർ, ലാംഗ്വേജ്, റിലിജിയൻ, സോഷ്യൽ കണ്ടീഷൻസ്. ഇത് യാതൊരുവിധ വിവേചനത്തിൻ്റെയും അടിസ്ഥാനത്തിലായിരിക്കരുത് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നത്. ഇപ്പോൾ സാമൂഹ്യ സാഹചര്യങ്ങളുടെയോ മതത്തിൻ്റെയോ ഭാഷയുടെയോ തൊലിയുടെ നിറത്തിൻ്റെയോ ലിംഗഭേദത്തിൻ്റെയോ വംശത്തിൻ്റെയോ ഒന്നും അടിസ്ഥാനത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ വേർതിരിവ് പാടില്ല എന്നുകൂടി ഈ കവനന്റ് രാജ്യങ്ങളോട് ഉദ്ബോധിപ്പിക്കുന്നു. ദസ് റൈറ്റ് ഓഫ് ഡെറഗേഷൻ ഈസ് അഡീഷണൽ ടു ദി റൈറ്റ് ഗിവൺ ടു ദി സ്റ്റേറ്റ് പാർട്ടീസ് ടു ഇൻവോക്ക് വേരിയസ് ലിമിറ്റേഷൻ. അപ്പോൾ വേണമെങ്കിൽ ചില സമയങ്ങളിൽ ഈ മനുഷ്യാവകാശങ്ങൾ, റൈറ്റ് ഓഫ് ഡെറഗേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ച്
നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ, അല്ലെങ്കിൽ കുറച്ച് വില കുറച്ച് കാണാമെന്നാണ് അതിൻ്റെ അർത്ഥം. കുറച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താനുള്ള സാഹചര്യം രാജ്യങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നാണ്. എന്നാൽ ചില അവകാശങ്ങൾക്ക് ഈ റൈറ്റ് ഓഫ് ഡെറഗേഷൻ ബാധകമല്ല എന്നാണ് പറയുന്നത്. There are certain rights in respect of which no derogation can be made. അപ്പോൾ അത്തരത്തിലുള്ളത് ഏതൊക്കെയാണ്? റൈറ്റ് ടു ലൈഫ്, ഫ്രീഡം ഫ്രം ഇൻഹ്യൂമൻ ഓർ ഡീഗ്രേഡിംഗ് ട്രീറ്റ്മെന്റ്, ഫ്രീഡം ഫ്രം സ്ലേവറി, ഫ്രീഡം ഫ്രം ഇംപ്രിസൺമെന്റ് ഫോർ ഇന്നബിലിറ്റി ടു ഫുൾഫിൽ എ കോൺട്രാക്ട് ഒബ്ലിഗേഷൻസ്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ പോലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പാടില്ല എന്ന് കൂടി ഈ കവനന്റ് പറയുന്നു. ഇനി പാർട്ട് 4 പറയുന്ന സംഗതി എന്താണ്? പാർട്ട് 4 ഓഫ് ദി കവനന്റ് ലെയ്ഡ് ഡൗൺ ദ പ്രൊസീജിയർ ഫോർ ദി ഇംപ്ലിമെന്റേഷൻ. അപ്പൊ ഈ കവനന്റിന്റെ ഭാഗം 4 ഇതെങ്ങനെയാണ് നടപ്പിൽ വരുത്തേണ്ടത് എന്നാണ് പ്രധാനമായും പറയുന്നത്. അപ്പോൾ പ്രധാനമായും നമ്മൾ ഇതിനകത്ത് ഓർത്തിരിക്കേണ്ട സംഗതി എന്താണ്? ഇത് എന്നാണ് 1948 ഡിസംബർ 10 മനുഷ്യാവകാശ പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ ഐക്യരാഷ്ട്രസഭയ്ക്ക് നിയമപരമായി രാജ്യങ്ങളെ ബാധ്യതപ്പെടുത്തുന്ന തരത്തിൽ മനുഷ്യാവകാശങ്ങളെ സംരക്ഷിക്കുന്ന ഒരു ഉടമ്പടി ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ടായിരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സ് പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ച് വിവിധ രാജ്യങ്ങളുടെ അഭിപ്രായം ചോദിച്ച് ഒരു ഉടമ്പടി കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിച്ച് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിരുന്നു. 1966 ഡിസംബർ 16 അത് ഐക്യരാഷ്ട്രസഭ അംഗീകരിക്കുകയും 1976 മാർച്ച് 23 കവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സും 1976 ജാനുവരി 3 എക്കണോമിക് ആൻഡ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സും നിലവിൽ വരികയും ചെയ്തു. ഇനി അതിനകത്ത് ഉണ്ടായിരുന്ന സംഗതികൾ എന്തൊക്കെയാണ്? ആർട്ടിക്കിൾ 1 പറയുന്നത്, പാർട്ട് 2 പറയുന്നത്, ആർട്ടിക്കിൾ 1 പറയുന്നത് ഓരോ വ്യക്തിക്കും സ്വയം നിർണയ അവകാശമുണ്ട് എന്നും, പാർട്ട് 2 പറയുന്നത് ഓരോ രാജ്യത്തിനുമുള്ള അവകാശങ്ങളും അവരുടെ കടമകളുമാണ്. പാർട്ട് 3 പറയുന്നത് എന്തൊക്കെയാണ് പൊതുവിൽ ജനങ്ങൾക്കുള്ള അവകാശങ്ങളെന്നാണ്. പാർട്ട് 4 പിന്നെ ഇതുകൂടാതെ ഒരു പ്രത്യേക എമർജൻസി വന്നു കഴിഞ്ഞാൽ ആ രാജ്യത്തിന് എന്തെല്ലാം ചെയ്യാം, അല്ലെങ്കിൽ ഒരു രാജ്യത്തിന് എന്തൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താം, എന്തൊക്കെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിക്കൂടാ എന്നും ആർട്ടിക്കിൾ 4 പറയുന്നു. ഇനി അടുത്ത ഇംപ്ലിമെന്റേഷൻ പ്രൊസീജിയറിനെ കുറിച്ച് സൂചിപ്പിക്കുന്നത് പാർട്ട് 4 രണ്ടാമത്തെ കവനന്റ് ഏതാണ്? കവനന്റ് ഓൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്. ദി ഇന്റർനാഷണൽ കവനന്റ് ഓൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ് ഈസ് കൺസിസ്റ്റഡ് ഓഫ് 31 ആർട്ടിക്കിൾസ്. ഇതിന്റെ പ്രത്യേകത, ഇതിനകത്ത് 31 അനുച്ഛേദങ്ങളാണുള്ളത്. വിച്ച് ആർ ഡിവൈഡഡ് ഇൻറ്റു 5 പാർട്സ്. 5 ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. പാർട്ട് 1 ഡീൽസ് വിത്ത് ദി റൈറ്റ്സ് ഓഫ് പീപ്പിൾ ടു സെൽഫ് ഡിറ്റർമിനേഷൻ. അപ്പൊ കവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സിൽ പറഞ്ഞതുപോലെ തന്നെ കവനന്റ് ഓൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സിലും ആദ്യത്തെ ഭാഗം സൂചിപ്പിക്കുന്നത് ജനങ്ങളുടെ സ്വയം നിർണയാവകാശത്തിനുള്ള അവകാശമാണ്. റൈറ്റ് ടു സെൽഫ് ഡിറ്റർമിനേഷൻ ആസ് പ്രൊവൈഡഡ് ഇൻ ആർട്ടിക്കിൾ 1 ഓഫ് ദി കവനൻസ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ്. അതുപോലെ തന്നെ ഇവിടെയും ഉണ്ടെന്നാണ്. അതർ റൈറ്റ്സ് ഓഫ് ദി ഇൻഡിവിജ്വൽസ് ആർ എന്യൂമറേറ്റഡ് ഇൻ പാർട്ട് 3. ബാക്കിയുള്ള അവകാശങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ ഈ റൈറ്റ് ഓഫ് കവനന്റ് ഓൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ രാജ്യങ്ങളുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളുടെ നിർദ്ദേശപ്രകാരം അവരാണ് ഇത്തരത്തിലുള്ള അവകാശങ്ങൾ വേണമെന്ന് ആവശ്യപ്പെട്ടത്. കോൾഡ് വാറിന്റെ ശീതസമരത്തിന്റെ ഒരു ഉൽപ്പന്നമാണ് ഈ ഉടമ്പടി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട അവകാശങ്ങളെന്ന് നോക്കാം. 1, ഇപ്പൊ ഈ കവനന്റിന്റെ 6ാമത്തെ അനുച്ഛേദം പറയുന്നു, 6ാമത്തെ ആർട്ടിക്കിൾ റൈറ്റ് ടു വർക്ക്, തൊഴിൽ ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് പറയുന്നു. അതിന്റെ 7ാമത്തെ അനുച്ഛേദം പറയുന്നത് റൈറ്റ് ടു ജസ്റ്റ് ആൻഡ് ഫേവറബിൾ കണ്ടീഷൻ ഓഫ് വർക്ക്, വെറുതെ തൊഴിൽ ചെയ്യുകയല്ല, ന്യായമായ, നീതിയുള്ള, നമുക്ക് ജോലി ചെയ്യാൻ ഫേവറബിളായ, അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകണമെന്ന് പറയുന്നു. ആർട്ടിക്കിൾ 7. ആർട്ടിക്കിൾ 8 പറയുന്നത് റൈറ്റ് ടു ഫോം ആൻഡ് ജോയിൻ ട്രേഡ് യൂണിയൻസ്, ട്രേഡ് യൂണിയനുകൾ രൂപീകരിക്കാനുള്ള അവകാശമുണ്ട്, തൊഴിലാളി സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശമുണ്ട് എന്ന് ആർട്ടിക്കിൾ 8 പറയുമ്പോൾ ആർട്ടിക്കിൾ 9 സൂചിപ്പിക്കുന്നത് റൈറ്റ് ടു സോഷ്യൽ സെക്യൂരിറ്റി, സാമൂഹ്യ സുരക്ഷിതത്വം ലഭിക്കാനുള്ള അവകാശമുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ ആർട്ടിക്കിൾ 10 എന്താണ് പറയുന്നത്? റൈറ്റ് റിലേറ്റിംഗ് ടു മദർഹുഡ് ആൻഡ് ചൈൽഡ്ഹുഡ്, മാരേജ് ആൻഡ് എ ഫാമിലി. അമ്മയാകാനും അതുപോലെ തന്നെ കുഞ്ഞായിരിക്കുമ്പോൾ കിട്ടേണ്ട അവകാശങ്ങൾ വേണമെന്നും കുട്ടിയായിരിക്കുമ്പോഴുള്ള അവകാശങ്ങൾ വേണമെന്നും, കല്യാണം കഴിക്കാനും കുടുംബം
രൂപീകരിക്കാനും ഒക്കെയുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 10 പറയുന്നത്. ആർട്ടിക്കിൾ 11 സൂചിപ്പിക്കുന്നത് റൈറ്റ് ടു അഡിക്വേറ്റ് ഫുഡ്, ക്ലോത്തിങ്, ഹൗസിംഗ് ആൻഡ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആൻഡ് ഫ്രീഡം ഫ്രം ഹങ്കർ. അപ്പോൾ ആഹാരവും വസ്ത്രവും അതുപോലെ താമസ സ്ഥലവും മാന്യമായ ജീവിത സാഹചര്യങ്ങളും ലഭിക്കുവാനും വിശപ്പിൽ നിന്നുമുള്ള മോചനം കിട്ടുവാനും ഓരോ വ്യക്തിക്കും അവകാശമുണ്ട് എന്നാണ് ആർട്ടിക്കിൾ 11 പറയുന്നത്. ആർട്ടിക്കിൾ 12 സൂചിപ്പിക്കുന്നത് എന്താണ്? റൈറ്റ് ടു ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത്. അപ്പോൾ ഒരു വ്യക്തിക്ക് ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താനുള്ള അവകാശമുണ്ട്, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാകണമെന്നാണ് ആർട്ടിക്കിൾ 12 ഡീൽ ചെയ്യുന്നത്. ആർട്ടിക്കിൾ 13 പറയുന്നു റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഇൻക്ലൂഡിംഗ് എ പ്ലാൻ ഫോർ ഇംപ്ലിമെന്റിംഗ് കമ്പൽസറി പ്രൈമറി എഡ്യൂക്കേഷൻ. അപ്പോൾ എല്ലാ വ്യക്തിക്കും വിദ്യാഭ്യാസം ലഭിക്കാനുള്ള അവകാശമുണ്ട്, അല്ലെങ്കിൽ രാജ്യങ്ങൾ കൃത്യമായി പ്രാഥമിക വിദ്യാഭ്യാസം ജനങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു പദ്ധതി തയ്യാറാക്കണമെന്നും അതിനനുസരിച്ച് ജനങ്ങൾക്ക് വിദ്യാഭ്യാസം ലഭിക്കണമെന്നും സൂചിപ്പിക്കുന്നത് ആർട്ടിക്കിൾ 13 പിന്നെ റൈറ്റ് റിലേറ്റിംഗ് ടു സയൻസ് ആൻഡ് കൾച്ചർ, ശാസ്ത്രവും സംസ്കാരവുമായി ബന്ധപ്പെട്ട അവകാശങ്ങളും ഈ കവനന്റ് ഉറപ്പു ചെയ്യുന്നു. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിഗ്നിഫിക്കന്റ് ടു നോട്ട് ദാറ്റ് ദി ICESCR എന്ന് പറഞ്ഞാൽ ഇന്റർനാഷണൽ കവനന്റ് ഓൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്. ഇന്റർനാഷണൽ കവനന്റ് ഓൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് ഡസ് നോട്ട് പെർമിറ്റ് എ സ്റ്റേറ്റ് ടു ഡെറഗേറ്റ് ഫ്രം ദെയർ ഒബ്ലിഗേഷൻ ഈവൻ ഇൻ പബ്ലിക് എമർജൻസി. അപ്പോൾ നേരത്തെ പറഞ്ഞു കവനന്റ് ഓൺ സിവിൽ ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ്സ് പ്രത്യേക സാഹചര്യങ്ങളിൽ രാഷ്ട്രങ്ങൾക്ക് സസ്പെൻഡ് ചെയ്യാവുന്നതാണ് എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല? രാജ്യങ്ങൾ ഏത് അടിയന്തര ഘട്ടം വന്നിരുന്നാൽ പോലും ഈ കാര്യങ്ങളിൽ നിന്നൊന്നും തന്നെ പിന്മാറാൻ പാടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വ്യവസ്ഥ. ഡസ് നോട്ട് പെർമിറ്റ് എ സ്റ്റേറ്റ് ടു ഡെറഗേറ്റ് ഫ്രം ദെയർ ഒബ്ലിഗേഷൻ ഈവൻ ഇൻ പബ്ലിക് എമർജൻസി. ഒരു എമർജൻസി വന്നാൽ യാതൊരു അടിയന്തര ഘട്ടത്തിലും ഈ അവകാശങ്ങളെ സംബന്ധിച്ച് ലഘുത്വം കാണിക്കാൻ വേണ്ടി പാടില്ല. പാർട്ട് 2 ഓഫ് ദി കവനന്റ് ലെയ്ഡ് ഡൗൺ ദി അണ്ടർടേക്കിംഗ്സ് ഓഫ് ദി സ്റ്റേറ്റ് പാർട്ടീസ് ടു ദി കവനന്റ്. അപ്പോൾ ഇതിന്റെ പാർട്ട് 2 പറയുന്നത് ഓരോ രാജ്യങ്ങളും എന്തൊക്കെയാണ് ഇതിന്റെ ഭാഗമായി ചെയ്യേണ്ടത് എന്നാണ്. ആർട്ടിക്കിൾ 2 provided that each state party undertakes to steps individually and through international assistance and cooperation to the maximum of its available resources to the adoption of these covenant. അപ്പോൾ അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടലോ അല്ലെങ്കിൽ ഓരോ രാഷ്ട്രങ്ങൾ സ്വന്തമായിട്ടോ ഈ കാര്യങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കുന്നതിന് ശ്രമിക്കണമെന്ന് ടു ഇംപ്ലിമെന്റ് ദീസ് പ്രൊവിഷൻസ്, ഈ കാര്യങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കണമെന്ന് പ്രത്യേകിച്ച് ഓർമ്മിച്ചിരിക്കുന്നു. അപ്പോൾ ഇതാണ് പ്രത്യേകിച്ച് നമുക്ക് കവനന്റ് ഓൺ എക്കണോമിക് ആൻഡ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സിൽ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട സംഗതി. എന്താണ് ഈ രണ്ട് കവനന്റിന്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യം? ഈ രണ്ട് കവനന്റുകൾ വന്നതുകൊണ്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദി കവനന്റ് ലൈസ് ഇൻ ദ ഫാക്ട് ദാറ്റ് they recognized the inherent dignity and the equal and inalienable rights of all members of the human family, which is the foundation of freedom, justice and peace in the world. അപ്പോൾ ഇത് രണ്ടിന്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഉടമ്പടികളും മനുഷ്യർക്ക് ജന്മസിദ്ധമായി ചില അവകാശങ്ങളുണ്ട് എന്നും അതെല്ലാവർക്കും തുല്യമാണ് എന്നും അത് ഒരു മനുഷ്യനിൽ നിന്ന് അന്യാധീനപ്പെടുത്താൻ അല്ലെങ്കിൽ എടുത്തു മാറ്റാൻ കഴിയാത്ത ഒന്നാണ് എന്നും. അപ്പോൾ എടുത്തു മാറ്റാൻ കഴിയാത്ത എല്ലാവർക്കും തുല്യമായ ജന്മസിദ്ധമായ ചില അവകാശങ്ങൾ എല്ലാ മനുഷ്യർക്കും ഉണ്ട് എന്നും ഈ അവകാശങ്ങൾ ലോകത്തിന്റെ സമാധാനത്തിനും ലോകത്തിൽ ന്യായം നിലനിൽക്കുന്നതിനും ലോകത്ത് സ്വാതന്ത്ര്യം നിലനിൽക്കുന്നതിനും അനിവാര്യമാണ് എന്ന് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കുന്നു എന്നുള്ളതാണ് ഈ ഉടമ്പടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. It is an obligation of the state to provide these rights to the individuals as they derive from the inherent dignity of the human person. ഇതിന്റെ ഏറ്റവും പ്രത്യേകത ഓരോ രാജ്യങ്ങളും ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഉടമ്പടിയിൽ ഒപ്പുവെച്ച എല്ലാ രാജ്യങ്ങളും മനുഷ്യന്റെ ജന്മസിദ്ധമായ ഈ അവകാശങ്ങളെ അംഗീകരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഓരോ രാജ്യങ്ങളും അവരുടെ ഒബ്ലിഗേഷൻ, അവരുടെ കടമ അനുസരിച്ച് ഇത് അംഗീകരിക്കുകയും അത് നടപ്പിൽ വരുത്താൻ ശ്രമിക്കുകയും വേണം. ആൻഡ് ആൾസോ ബിക്കോസ് ദേ ആർ എസെൻഷ്യൽ ഫോർ ദി ഡെവലപ്മെന്റ് ഓഫ് വൺസ് പേഴ്സണാലിറ്റി. അപ്പോൾ ഓരോ രാജ്യങ്ങളും അംഗീകരിക്കുന്ന ഈ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഈ അവകാശങ്ങൾ എന്ന് പറയുന്നത് ജനങ്ങളുടെ വ്യക്തിത്വ വികസനത്തിന് അനിവാര്യമാണ് എന്ന് ഐക്യരാഷ്ട്ര സംഘടനയും ലോകതലത്തിലും അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് നിയമപരമായി സാധ്യതയുള്ള ഈ രണ്ട് ഉടമ്പടികളുടെയും പ്രത്യേകത.
അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇന്റർനാഷണൽ കവനൻസ് ഓൺ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ UDHRനെ കൂടാതെ, UDHR എന്ന് പറയുന്നത് ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള ഒരു പ്രഖ്യാപനമല്ല. ലീഗലി ബൈൻഡിങ് ആയിട്ടുള്ള 2 കവനന്റുകളുണ്ട്. അതൊന്ന് ICCPR-ഉം രണ്ടാമത്തത് ICESCR-ഉമാണ്. അതിനെക്കുറിച്ചുള്ളൊരു ഡിസ്ക്രിപ്ഷനാണ് നൽകിയത്.